ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഇൻ ടുഡേയ്സ് ക്ലാസ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ലാന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ്. ലാന്തനോയിഡ്സ് എന്നും ആക്റ്റിനോയിഡ്സ് എന്നും പറയുന്ന കുറച്ച് എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പീരിയോഡിക് ടേബിൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവിടെ അറ്റോമിക് നമ്പർ 56 ഉള്ള ബാരിയം നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? BA എന്നുള്ള സിമ്പിളുള്ള ബാരിയം അവിടെ കാണാൻ പറ്റും. ബാരിയം കഴിഞ്ഞാൽ ഒരു ചെറിയ ഗ്യാപ്പ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. പിന്നീട് വരുന്നത് ഹോഫ്നിയം HF എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ആണ്. വിത്ത് അറ്റോമിക് നമ്പർ 77 ആണ് വരുന്നത്. ഓക്കെ, 56 ഉള്ള ബാരിയം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് 72 വരുന്ന ഹോഫ്നിയമാണ്. അപ്പോൾ അത്രയ്ക്കും എലമെൻറ്റ്സ് ആ ചെറിയൊരു ഗ്യാപ്പിൽ അറൗണ്ട് 15 എലമെൻറ്റ്സ് ആണ് ബാരിയത്തിനും ഹോഫ്നിയത്തിനും ഇടയിലുള്ളത്. ഇവരെയാണ് താഴേക്ക് ഒരു റോയായി താഴെ എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? ലാന്തനം, സീറിയം എന്നൊക്കെ പറഞ്ഞിട്ട് 15 എലമെൻറ്റ്സ് ലുട്ടീഷ്യം വരെ LU എന്ന് പറയുന്ന എലമെൻറ്റ് വരെ താഴേക്ക് ഒരു സെപ്പറേറ്റ് റോയായി മാറ്റി നിർത്തി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ബാരിയത്തിന് തൊട്ട് താഴെ അറ്റോമിക് നമ്പർ 88 വരുന്ന RA റേഡിയം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ചെറിയ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അറ്റോമിക് നമ്പർ 104 ഉള്ള റൂദർഫോർഡിയം കാണാൻ പറ്റും. അതിൻ്റെ ഇടയിലും നമ്മളിപ്പോൾ കണ്ട പോലെ തന്നെ 15 എലമെൻറ്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ നടുക്കുള്ള ആൾക്കാരാണ്. അവരെയാണ് താഴേക്ക് ആക്ടീനിയം മുതൽ ലൊറൻഷ്യം വരെ AC മുതൽ LR വരെ ഒരു സെപ്പറേറ്റ് റോ ആയിട്ട് താഴേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബാരിയത്തിന് ശേഷം ഹോഫ്നിയത്തിൻ്റെ ഇടയിൽ വരുന്ന ലാന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ള ഒരു റോയും റേഡിയത്തിന് ശേഷം റുദർഫോർഡിയത്തിന് ഇടയ്ക്ക് വരുന്ന ആക്ടീനിയം മുതൽ ലൊറൻഷ്യം വരുന്ന എലമെൻറ്റുകളെയും ഒരുമിച്ച് താഴേക്ക് ഒരു സെപ്പറേറ്റ് ബ്ലോക്കാക്കി ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇവരെയാണ് നമ്മൾ ലാന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ് എന്ന് പറയുന്നത്. സോ ദീസ് എലമെൻറ്റ്സ് ഫ്രം ലാന്താനം ടു ലുട്ടീഷ്യം ആൻഡ് ആക്ടീനിയം ടു ലൊറൻഷ്യം ആർ കോൾഡ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തുകൊണ്ടാണ് ഇവരെ ലാന്തനോയിഡ്സ് എന്നും ആക്റ്റിനോയിഡ്സ് എന്നും വിളിക്കുന്നത്, എന്തൊക്കെയാണ് ഇവരുടെ പ്രോപ്പർട്ടീസ് എന്നൊക്കെ. ഓക്കെ, സോ പീരിയോഡിക് ടേബിളിൻ്റെ താഴേക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാക്കി എടുത്ത് വെച്ചിരിക്കുന്ന ലാന്തനോയിഡ്സിനെയും ആക്റ്റിനോയിഡ്സിനെയുമാണ് ഇവിടെ ഇപ്പോൾ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ? ഫസ്റ്റ് റോ നിങ്ങൾക്ക് കാണാൻ പറ്റും ലാന്തനം ടു ലുട്ടീഷ്യവും, സെക്കൻഡ് റോ ആക്ടീനിയം ടു ലൊറൻഷ്യവുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് റോയിലുള്ള ആൾക്കാരെയും സെക്കൻഡ് റോയിലുള്ള ആൾക്കാരെയും ഒരുമിച്ച് ആ എലമെൻറ്റ്സിനെ ഒരുമിച്ച് നമ്മൾ പറയുന്ന പേരാണ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ് എന്നുള്ളത്. In the 6th period, lanthanum and the 14 elements following it have been arranged separately at the bottom of the periodic table. അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റും 6th പീരീഡിലാണ് ആരൊക്കെ വരുന്നത്? സീഷ്യവും ബാരിയും ഒക്കെ വരുന്നത്. അപ്പോൾ അതിന് ശേഷം വരുന്ന ലാന്തനം മുതൽ ബാക്കിയുള്ള 14 എലമെൻറ്റ്സിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആ പീരിയോഡിക് ടേബിളിൻ്റെ താഴെ ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആക്കിയിട്ടില്ലേ? സെപ്പറേറ്റ്ലി അറേഞ്ച്ഡ് സെപ്പറേറ്റ്ലി അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. ദ എലമെൻറ്റ്സ് ഫ്രം ലാന്തനം അറ്റോമിക് നമ്പർ 57 ടു ലുട്ടീഷ്യം അറ്റോമിക് നമ്പർ 71 ആർ കോൾഡ് ലാന്തനോയിഡ്സ് അല്ലേ? അപ്പോൾ നിങ്ങൾക്കറിയാം ബാരിയത്തിന് ശേഷം വരുന്നത് ലാന്തനം മുതൽ ലുട്ടീഷ്യം വരെയാണ് അല്ലേ? അപ്പോൾ ലാന്തനം മുതൽ തുടങ്ങുന്നത് കൊണ്ട് അവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നു. സിമിലർലി ഇൻ ദ 7th പീരീഡ് ആക്ടീനിയം ആൻഡ് ദ 14 എലമെൻറ്റ്സ് ഫോളോയിങ് ഇറ്റ് ഹാവ് ബീൻ ഗിവൺ എ സെപ്പറേറ്റ് പൊസിഷൻ ബിലോ ലാന്തനോയിഡ്സ്. അപ്പോൾ 7th പീരീഡിൽ റേഡിയത്തിന് ശേഷം വരുന്ന ആക്ടീനിയവും അതിന് പുറകിൽ വരുന്ന 14 എലമെൻറ്റ്സിനെയും ലാന്തനോയിഡ്സിൻ്റെ അടിയിൽ മറ്റൊരു റോയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആക്ടീനിയം മുതൽ ഇതാണ് അറ്റോമിക് നമ്പർ 89 ഉള്ള ആക്ടീനിയം മുതൽ തുടങ്ങുന്നത് കൊണ്ട് ദേ ആർ കോൾഡ് actinoids. The elements from actinium atomic number 89 to lawrencium atomic number 103 are called actinoids. So ലാന്തനത്തിന് ശേഷം വരുന്ന ഈ 15 എലമെൻറ്റ്സിനെ ലാന്തനം അടക്കം വരുന്ന ആ 15 എലമെൻറ്റ്സിനെ നമ്മൾ ലാന്തനോയിഡ്സ് എന്നും താഴെ ലാന്തനോയിഡ്സിന് തൊട്ട് താഴെ ആക്ടീനിയം മുതൽ ലൊറൻഷ്യം വരെയുള്ള എലമെൻറ്റ്സിനെ നമ്മൾ ആക്റ്റിനോയിഡ്സ് എന്നും വിളിക്കുന്നു. സോ ലാന്തനോയിഡ്സ് 6th പീരീഡിലും ആക്റ്റിനോയിഡ്സ് 7th പീരീഡിലുമാണ് ശരിക്കുള്ളത്. അവയെ നമ്മൾ അവർക്ക് പ്രത്യേക പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളത് കൊണ്ട് പീരിയോഡിക് ടേബിളിൻ്റെ താഴേക്ക് ഇടയ്ക്ക് മാറ്റി ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആക്കി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. സോ 6th പീരീഡിൽ
ബാരിയത്തിന് ശേഷം വരുന്നവയെ ലാന്തനോയിഡ്സ് എന്നും അല്ലേ 7th പീരീഡിൽ റേഡിയത്തിന് ശേഷം ആക്ടിനിയം മുതൽ ലോറൻഷ്യം വരെ വരുന്നവരെ ആക്ടിനോയിഡ്സ് എന്നാണ് പറയുന്നത് അല്ലേ. സോ ദിസ് ഈസ് ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. നമ്മൾ ഓൾറെഡി ട്രാൻസിഷൻ എലമെൻറ്റ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ, ഗ്രൂപ്പ് നമ്പർ 3 മുതൽ 12 വരുന്ന ട്രാൻസിഷൻ എലമെൻറ്റ്സിലെ. പക്ഷേ ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും, കാരണം നമുക്കറിയാം ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് അവരുടെ ഉള്ളിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് ഇറക്കി മറ്റൊരു ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണല്ലോ നമ്മൾ ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനെയും. അതുകൊണ്ട് ഇവയെ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 10th ക്ലാസ്സിൽ പിന്നീട് കാണുന്നതായിരിക്കും കേട്ടോ. ലാന്തനോയിഡ്സ് ആർ ഓൾസോ കോൾഡ് റെയർ എർത്ത്. ലാന്തനോയിഡുകളെ ആ 6th പീരീഡിൽ വരുന്ന ആ 15 എലമെൻറ്റ്സ് ലാന്തനൈറ്റ് ലുട്ടീഷ്യം വരുന്ന ലാന്തനോയിഡ്സിനെ റെയർ എർത്ത് എന്നും പറയപ്പെടുന്നുണ്ട്. പിന്നീട് നമുക്ക് കാണാൻ പറ്റും ആക്ടിനോയിഡ്സ് നോക്കുകയാണെങ്കിൽ ആക്ടീനിയം, തോറിയം, പ്രൊട്ടാക്ടീനിയം എന്നൊക്കെ പറഞ്ഞിട്ട് യുറാനിയം വരെ നമുക്ക് കാണാൻ പറ്റില്ലേ. യുറാനിയത്തിന് ശേഷം പീരിയോഡിക് ടേബിളിൽ അവയെ മറ്റൊരു സെപ്പറേറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ യുറാനിയത്തിന് ശേഷം വരുന്ന നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, അമേരീസിയം, ക്യൂറിയം എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ആ എലമെൻറ്റ്സ് ഉണ്ടല്ലോ, ആക്ടിനോയിഡ്സ് കമ്മിങ് ആഫ്റ്റർ യുറാനിയം ആർ മാൻ മെയ്ഡ് എലമെൻറ്റ്സ്. അവ സിന്തറ്റിക് എലമെൻറ്റ്സ് ആണ്, നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് അല്ല. അവയെ ന്യൂക്ലിയർ റിയാക്ഷനിലൂടെയൊക്കെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മാൻ മെയ്ഡ് സിന്തറ്റിക് എലമെൻറ്റ്സ് ആണ്. ഓക്കെ, സോ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ നോൺ ആസ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ലാന്തനോയിഡ്സ് ആർ ഓൾസോ കോൾഡ് റെയർ എർത്ത്. ആക്ടിനോയിഡ്സ് കമ്മിങ് ആഫ്റ്റർ യുറാനിയം ആർ മാൻ മെയ്ഡ് എലമെൻറ്റ്സ് ഓർ സിന്തറ്റിക് എലമെൻറ്റ്സ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനെയും കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനെയും കുറിച്ച് നമുക്ക് അത്രയൊക്കെ തന്നെ പഠിക്കാനുള്ളൂ ഈ സെക്ഷനിൽ. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ നമുക്ക് 10th സ്റ്റാൻഡേർഡ് പഠിക്കാം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൈസ് ഓഫ് എൻ ആറ്റം അലോങ് എ ഗ്രൂപ്പ് ആൻഡ് എ പീരിയഡ്. ഒരു ആറ്റത്തിൻ്റെ സൈസ് ഒരു ഗ്രൂപ്പിൽ എങ്ങനെ വാരി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്. അതേപോലെ ഒരു പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത് എന്നുള്ള ഒരു പീരിയോഡിക് ട്രെൻഡിനെ കുറിച്ചാണ് ഇനി ഈ പോർഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ദ ന്യൂ പോർഷൻ that we are going to study is size of an atom along a group and a period. First, let's see how the size of an atom varies along a group. ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസിന് എന്ത് മാറ്റം വരുന്നു എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 38-ൽ ടേബിൾ 2.11 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. We can see the elements of first group. The symbols are written, atomic number is given and electronic configuration is also given. അല്ലേ, നമുക്ക് കാണാം ലിത്തിയം അറ്റോമിക് നമ്പർ 3 ആയതുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2-1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ KL 2 ഷെല്ലുണ്ട് അല്ലേ, നമ്പർ ഓഫ് ഷെൽസ് ഈസ് ഈക്വൽ ടു 2. അതേപോലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ വരുന്ന മറ്റൊരു എലമെൻ്റാണ് അറ്റോമിക് നമ്പർ 11 ഉള്ള സോഡിയം. അപ്പോൾ 11 ആയതുകൊണ്ട് 11 ആയതുകൊണ്ട് ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 2, 8, 1. അപ്പോൾ അതിൽ എത്ര ഷെല്ലുകളുണ്ട് ടോട്ടലായിട്ട്? 1, 2, 3 അല്ലേ, 3 ഷെൽസ് ഉണ്ട്. ഇതേപോലെ പൊട്ടാസ്യം നോക്കുകയാണെങ്കിൽ അറ്റോമിക് നമ്പർ 19 ആണ്. 2, 8, 8, 1, 1, 2, 3, 4 ഷെൽസ് നമുക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ. ഇതേപോലെ ഫസ്റ്റ് ഗ്രൂപ്പിൽ തന്നെ വരുന്ന മറ്റൊരു എലമെൻ്റാണ് റുബീഡിയം അല്ലേ, 37 ആണ്. 2, 8, 18, 8, 1 ടോട്ടൽ നമ്പർ ഓഫ് 5 ഷെൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ നോട്ട്ബുക്കിലേക്ക് വരയ്ക്കുക. എന്നിട്ട് ഇത് ലിത്തിയം, സോഡിയം, പൊട്ടാസ്യത്തിൻ്റെ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ, ബോർ മോഡൽ വരച്ചിട്ട് ഷെല്ലുകളൊക്കെ വരച്ചിട്ട് അതിൽ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നില്ലേ, അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ബോർ ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ അല്ലേ, ലിത്തിയം അവിടെ കൊടുത്തിട്ടുണ്ട് കാണുന്നില്ലേ, ലിത്തിയം 2-1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അതുകൊണ്ട് 2 ഷെല്ലുകളുണ്ട്. ഫസ്റ്റ് ഷെല്ലായ K ഷെല്ലിൽ 2 ഇലക്ട്രോണും രണ്ടാമത്തെ L ഷെല്ലിൽ 1 ഇലക്ട്രോണാണുള്ളത്. പിന്നീട് അതിൻ്റെ തൊട്ടടിയിൽ അറ്റോമിക് നമ്പർ 11 ഉള്ള സോഡിയം കൊടുത്തിട്ടുണ്ട്. 2, 8, 1 ആണ്. 3 ഷെല്ലുകളുണ്ട്. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, മൂന്നാം ഷെല്ലിൽ 1 ഇലക്ട്രോൺ. നെക്സ്റ്റ് നോക്കുക, 19 അറ്റോമിക് നമ്പറായി വരുന്ന പൊട്ടാസ്യം അല്ലേ, 2, 8,
8 1 ആണ് വരുന്നത് അല്ലേ. 4 ഷെല്ലുകളുണ്ട്, 2 8 8 1 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ലിത്തിയത്തിൽ 2 ഷെല്ലേ ഉള്ളൂ, സോഡിയത്തിൽ 3 ഷെല്ലുണ്ട്, പൊട്ടാസ്യത്തിൽ 4 ഷെല്ലുണ്ട്, തൊട്ടടിയിൽ വരുന്ന റുബീഡിയം 5 ഷെല്ലുകളുണ്ട്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല, പിക്ചർ കൊടുത്ത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ലിത്തിയത്തിന് 2 ഷെല്ലുള്ളത് കൊണ്ട് വളരെ സൈസ് കുറവാണ്. തൊട്ടടിയിൽ വരുന്ന സോഡിയം 3 ഷെല്ലുകളുള്ളത് കൊണ്ട് സൈസ് കൂടുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? അലോങ് എ ഗ്രൂപ്പ് അല്ലേ, ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ദ അറ്റോമിക് സൈസ് ഇൻക്രീസസ് അല്ലേ. ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ആയി വരികയാണ് അലോങ് എ ഗ്രൂപ്പ്. സോ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ് അല്ലേ. നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണ്. എന്തുകൊണ്ടാണ് കൂടുന്നത്? ബിക്കോസ് ദ നമ്പർ ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് അല്ലേ. ആസ് ദ നമ്പർ ഓഫ് ദ ഷെൽസ് ഇൻക്രീസസ് ഡൗൺ ദ ഗ്രൂപ്പ് ദ അറ്റോമിക് സൈസ് ഓൾസോ ഇൻക്രീസസ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. So we have seen how the size of an atom changes along a group. ഇനി നമ്മൾ കാണാൻ പോകുന്നത് how the size of an atom changes along a period. ഒരു പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ ഇനി കാണാൻ പോകുന്നത്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് എലമെൻറ്റ്സ് എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കാം അല്ലേ. നമുക്ക് കാണാൻ പറ്റും സെക്കൻഡ് പീരീഡുള്ള കുറച്ച് എലമെൻറ്റ്സിനെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇൻ പീരീഡ് 2 ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ എന്നീ എലമെൻറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ദേ ഓൾ ബിലോങ്സ് ടു സെക്കൻഡ് പീരീഡ്. നമുക്കറിയാം അവരുടെ ഷെല്ലുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 2 ഷെല്ലുകളേ ഉള്ളൂ, അതുകൊണ്ട് ദേ ബിലോങ് ടു സെക്കൻഡ് പീരീഡ് എന്ന് നമുക്കറിയാം അല്ലേ. ലിത്തിയം അറ്റോമിക് നമ്പർ 3 ആയതുകൊണ്ട് 2 1 ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ബെറിലിയം 2 2, ബോറോൺ 2 3 ആൻഡ് ഇറ്റ് ഗോസ് ഓൺ 2 4 2 5 2 6 2 7 എന്നിങ്ങനെ പോകുന്നു. നമുക്ക് അവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇമ്പോർട്ടൻ്റ് അല്ല. വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദ നമ്പർ ഓഫ് ദ ഷെൽസ് അല്ലേ. എത്ര ഷെൽസ് ഉണ്ട്? എല്ലാവർക്കും 2 ഷെൽസ് വീതമേ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ടു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് ആറ്റത്തിൻ്റെ സൈസ് കൂടുകയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴോ ഇവിടെ ഒരു മാറ്റവും ഇല്ലല്ലേ. എല്ലാവർക്കും 2 ഷെല്ലുകൾ വീതമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താ കരുതുക? അതെ, ഓരോ പീരീഡിലും എല്ലാ എലമെൻറ്റ്സിനും ഒരേ വലുപ്പമായിരിക്കും അല്ലേ. ഫസ്റ്റ് പീരീഡിലുള്ള എലമെൻറ്റ്സിനൊക്കെ ഒരേ വലുപ്പം, സെക്കൻഡ് പീരീഡിലുള്ള എലമെൻറ്റ്സിനൊക്കെ ഒരേ അറ്റോമിക് സൈസ് ആയിരിക്കും, തേർഡ് പീരീഡിലുള്ള എല്ലാവർക്കും 3 ഷെല്ലുകളായതുകൊണ്ട് എല്ലാവർക്കും ഒരേ സൈസ് ആയിരിക്കും എന്നാണ് നമ്മൾ കരുതുക അല്ലേ. പക്ഷേ മറ്റൊരു കാര്യം കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട് അല്ലേ. ഇതിനായിട്ട് നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിലേക്ക് എന്ത് ചെയ്യുക? ലിത്തിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ടല്ലോ. ഇത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു പീരീഡിൽ അവർ വരുന്ന പോലെ നമ്മൾക്ക് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ഡയഗ്രമാറ്റിക്കലി ഒന്ന് വരച്ച് നോക്കാം അല്ലേ. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പീരീഡിൽ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന്. സോ സെക്കൻഡ് പീരീഡിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒറ്റ ലൈനിൽ വരയ്ക്കുകയാണെങ്കിൽ ഈ ഫിഗറിൽ കാണിച്ച പോലെ ഉണ്ടാവും അല്ലേ. ലിത്തിയം നമുക്കറിയാം 2 1 അല്ലേ. ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പിന്നെ 1 ഇലക്ട്രോൺ. പിന്നീട് ബെറിലിയം എന്ത് ചെയ്യാണ്? അതെ, എങ്ങനെയാണ്? 2 ഷെല്ലുകളുണ്ട്. ബോറോൺ എല്ലാവർക്കും 2 ഷെല്ലുകൾ വീതമാണുള്ളത് അല്ലേ. അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ മാത്രമേ മാറുന്നുള്ളൂ. 2 1 2 2 2 3 എന്നിങ്ങനെ മാറുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ സൈസാണ് വരേണ്ടത് അല്ലേ. പക്ഷേ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന പോലെ സൈസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും തോറും എന്താ സംഭവിക്കുന്നത്? നമ്മൾ അലോങ് എ പീരീഡ് ഇതിങ്ങനെ പോകും തോറും എന്താ സംഭവിച്ചത്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് കേട്ടോ, മാറിപ്പോയതാണേ പറഞ്ഞത്. ഓക്കെ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ് ആറ്റോമിക് സൈസ് കുറയുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. എന്തുകൊണ്ടാണെന്നറിയോ? ഇവരുടെ ഷെല്ലുകളൊക്കെ സെയിം ആണ്. പക്ഷേ നമ്മൾ ഇവരുടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവരുടെ പ്രോട്ടോൺസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി 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 പോകുന്നുണ്ടാവില്ലേ. കാരണം ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുകയല്ലേ. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണവും കൂടുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിൻ്റെ ചാർജും എന്ത് ചെയ്യുന്നുണ്ടാവും? കൂടുന്നുണ്ടാവില്ലേ. സോ ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അപ്പോൾ ഷെല്ലുകളുടെ എണ്ണം സെയിം ആണെങ്കിലും ഇവരെ ഇതിനകത്തേക്ക് പിടിച്ച് വലിക്കുന്ന
ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ പീരീഡ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. ഷെൽസിൻ്റെ എണ്ണത്തിൽ മാറ്റമൊന്നുമില്ല. ബട്ട് ദ ന്യൂക്ലിയർ ചാർജസ് ഇൻക്രീസസ് ഗ്രാജ്വലി. ന്യൂക്ലിയസിൻ്റെ ചാർജ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ന്യൂക്ലിയസ് കൂടുതൽ ഈ ആറ്റത്തിനെ അകത്തേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കും, ഇലക്ട്രോണിനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ഏറ്റവും പുറത്തുള്ള ഇലക്ട്രോൺസിൻ്റെ മുകളിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ചിട്ട് കൂടിക്കൊണ്ടിരിക്കും. ഹെൻസ് ദ സൈസ് ഓഫ് ദ ആറ്റം ഗ്രാജുവലി ഡിക്രീസസ് അലോങ് എ പീരീഡ്. അപ്പോൾ ഒരു പീരീഡിൽ നമ്മൾ നോക്കുമ്പോൾ സൈസ് ഓഫ് ആൻ ആറ്റം ഗ്രാജുവലി കുറയുന്നതായിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നോക്കുകയാണെങ്കിൽ മൂവിങ് അലോങ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഷെല്ലുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല. ബട്ട് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഗ്രാജുവലി. പതുക്കെ ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടി വരുന്നുണ്ടല്ലോ. ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ദ ന്യൂക്ലിയസ് ഓൺ ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ പവർ ചാർജ് കൂടുന്ന അനുസരിച്ചിട്ട് ന്യൂക്ലിയസ് ഇലക്ട്രോണിനെ കൂടുതൽ അകത്തേക്ക് പിടിച്ചു വലിക്കാൻ തുടങ്ങും. സോ ദ സൈസ് ഓഫ് ദ ആറ്റം ഗ്രാജുവലി ഡിക്രീസസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരുമിച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ, അലോങ് എ ഗ്രൂപ്പ് ടോപ്പ് ടു ബോട്ടം ദ അറ്റോമിക് സൈസ് ഇൻക്രീസസ്. അല്ലേ, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി പറയാം. ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ്. അല്ലേ, മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഓരോ ഗ്രൂപ്പിൽ ഓരോ പീരീഡ് ഇങ്ങനെ വന്നോണ്ട് നിൽക്കും തോറും അല്ലേ, ഗ്രൂപ്പും താഴേക്ക് വരും തോറും നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് ഗ്രാജുവലി. സോ ദ അറ്റോമിക് റേഡിയസ് അല്ലെങ്കിൽ അറ്റോമിക് സൈസ് ഓൾസോ ഇൻക്രീസസ്. ഇനി നമ്മൾ ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോവുകയാണ് എന്ന് വിചാരിക്കുക. ഫിഗറിൽ കാണിച്ചിരിക്കുന്നു അല്ലേ, ലെഫ്റ്റിൽ ആറ്റംസിൻ്റെ സൈസ് വലുതാണ്, റൈറ്റിലേക്ക് പോകും തോറും ആറ്റം ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഷെല്ലുകളുടെ എണ്ണം സെയിം ആണെങ്കിലും ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് അലോങ് എ പീരീഡ് ആസ് വി മൂവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസസ്. അല്ലേ, അപ്പോൾ ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് അറ്റോമിക് സൈസ് കൂടുകയും പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അറ്റോമിക് സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് കുറയുന്നുണ്ട് അല്ലേ. പീരീഡ് നോക്കുകയാണെങ്കിലോ, പീരീഡിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരികയാണെങ്കിൽ അല്ലേ, നമ്മൾ നേരെ നിയോൺ, ഫ്ലൂറിൻ, ഓക്സിജൻ, നൈട്രജൻ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങോട്ടില്ല, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരുന്നെങ്കിലോ അറ്റോമിക് സൈസ് കൂടുന്നതായിട്ടും കാണാൻ പറ്റും. സോ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. മുകളിൽ നിന്ന് താഴേക്ക് ഒരു ഗ്രൂപ്പിലൂടെ വരുമ്പോൾ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻക്രീസസ്. ദ സൈസ് ഓഫ് ആൻ ആറ്റം ഡിക്രീസസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരിയഡ്. അല്ലേ, അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നതായിട്ടും കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ വലിയൊരു ചാപ്റ്ററാണ്, നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ ഒരു പീരിയോഡ് ടേബിൾ എങ്ങനെയാണ്, ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിച്ചു അല്ലേ, പിന്നെ അതിൻ്റെ മെറിറ്റ്സ്, മോഡേൺ പീരിയോഡ് ടേബിളിൻ്റെ മെറിറ്റ്സ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പുകളും ഓരോ ഫാമിലീസൊക്കെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെ ഓരോ ഫാമിലീസിൻ്റെയും പ്രോപ്പർട്ടീസൊക്കെ പഠിച്ചു. പിന്നീട് ട്രാൻസിഷൻ എലമെൻസിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചു. പിന്നീട് ലാന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ് പഠിച്ചു. പിന്നീട് ദ ട്രെൻഡ്സ് ഇൻ പീരിയോഡ് ടേബിൾ അല്ലേ, ഗ്രൂപ്പിലൂടെയും പീരിയോഡിലൂടെയും നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അറ്റോമിക് സൈസിന് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഇനിയും കുറേ കാര്യങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ. അയണൈസേഷൻ എനർജി എന്നും ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ കാണാം. സോ ഓക്കെ, ദാറ്റ്സ് ഓൾ വിത്ത് ദിസ് ചാപ്റ്റർ. ക്ലാസ് കേട്ട് കൃത്യമായി നോട്ടുകൾ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു.